കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഇത് കണക്ക് ബിഷപ്പ് ഉണ്ടെങ്കിൽ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് രേണുസുധിക്കെതിരെ കിച്ചു ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അവ കൊണ്ടെങ്കിൽ ആരും ഇല്ലെന്നുള്ള രീതിയിലൊക്കെ വിചാരമാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഞാനുണ്ടെങ്കിൽ കൂടെ ഉണ്ടായിരിക്കും, എൻ്റെ പ്രാർത്ഥന ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ വീഡിയോ ഇത് കണക്ക് ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നുണ്ട് ഇത് കണക്ക് അവനെക്കുറിച്ച് പല കാര്യങ്ങളും എനിക്കറിയാം അങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ചും കൂടെ വിശദീകരിച്ചുണ്ടെങ്കിൽ ബിഷപ്പ് ഒരു ഇൻ്റർവ്യൂവിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ഇത് കണക്ക് ബർത്ത്ഡേക്കോ അതോ അതിന് മുമ്പ് ഉണ്ടെങ്കിൽ ഇത് കണക്ക് രേണുവിനെ വന്ന് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കൂട്ടുകാരുമായിട്ടൊക്കെ കിച്ചു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈക്ക് പോയ സമയത്തുണ്ടെങ്കിൽ കുടിച്ചിട്ടാണ് പോയത്. ആ സമയത്തുണ്ടെങ്കിൽ പോലീസൊക്കെ പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോലീസ് ഉണ്ടെങ്കിൽ അവനെ പെറ്റി അടപ്പിച്ചു. അതോടെ തന്നെ ഉണ്ടെങ്കിൽ ബൈക്കും പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ ബൈക്കുണ്ടെങ്കിൽ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. അവനുണ്ടെങ്കിൽ വന്ന് എടുത്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് എടുക്കാൻ വരാത്തതിന് മെയിൻ കാരണം എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ചിട്ടുണ്ടാവും, അത് വന്നിപ്പോൾ എടുത്ത് പണിയാവണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടാവും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് എത്രമാത്രം സത്യമാണെന്നുള്ള രീതിയിൽ അറിയത്തില്ല. എന്തായിരുന്നാലും ഇപ്പോൾ നേരത്തെ ഉണ്ടെങ്കിൽ രേണുവിനെതിരായിരുന്നു ഓരോരോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ രേണുവിന് അസുഖമായപ്പോഴത്തേക്ക് രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കിച്ചുവിനെയാണ് എതിർത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും കുറേ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ വെളിപ്പെടുത്തലോ എന്ന് പറഞ്ഞ് എന്തെങ്കിലും വരുമെന്നും അറിയത്തില്ല.